കൺസിഡർ ഹിസ് ഏജ്, ദ ഏജ് ഓഫ് 17 ഓൾ ദ ബോയ്സ് ഗോട്ട് ക്യൂരിയോസിറ്റി. ഈ റിയാക്ട് ചെയ്ത ആൾക്കാർ പോലും പലതും കാട്ടിക്കാണും ആ ഏജിൽ. ഹി അക്സെപ്റ്റ് ഹിസ് മിസ്റ്റേക്ക്, ഗിവ് ചാൻസ്. നീ എന്ത് മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കണം. ഇംഗ്ലീഷ് തൊപ്പി ഫാൻസ് എന്ന് പറഞ്ഞ് കൊച്ചു പിള്ളേർ, പൊടിപ്പിള്ളേർ കൊണ്ടുപോയിട്ട് പല വാട്സ്ആപ്പ് ഗ്രൂപ്പിലും എന്നെ കൊണ്ടുപോയിട്ട് തെറി വിളിക്കുന്നു. ഞാനും തിരിച്ച് തെറി വിളിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ചിരിയും ഒരു വാത്സല്യം ഒക്കെ തോന്നുന്നു. കാരണം വെറും പൊടിപ്പിള്ളേരുന്നേ, ടൂക്കയാളെ വേണ്ടിയില്ല. അവന്മാർക്ക് 10-25 വയസ്സുണ്ടെന്ന് പറയും. ഇത് 16-18 വയസ്സുള്ള കൊച്ചു പൊടിപ്പിള്ളേർ. ഇവന്മാർക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് തൊപ്പി ഇവിടെ ഉപദേശിച്ച സ്ഥാനത്ത് ആറാട്ടണ്ണനാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ആ മമ്മൂട്ടി സ്ഥാനത്ത് അലൻ ജോസ് പെരേര, അതുപോലെ സൈഡിലൊക്കെ നിൽക്കുന്നത് കിംബോയ്, അതുപോലെ കരടി അണ്ണൻ, അതുപോലെ നമ്മുടെ അട്ടായം, നമ്മുടെ പൈനാപ്പിൾ, ഇങ്ങനെ കുറെ ടീമുകളുണ്ടല്ലോ. ഇവന്മാരൊക്കെയാണ് സൈഡിൽ നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് ഈ ആറാട്ടണ്ണൻ അലൻ ജോസിനെ ഉപദേശിക്കുകയാണ്, എടാ മക്കളെ, നീ പിന്നെ രാത്രിയിലൊന്നും വെള്ളം അടിച്ചിട്ട് പെണ്ണുങ്ങളെ ഒന്നും വിളിക്കരുത്, നടിമാരെയൊന്നും വിളിക്കരുത്, അല്ലെങ്കിൽ തിയേറ്ററിലൊന്നും പോയി അലമ്പ് പറയരുത്, അവിടെ പോയി തുള്ളരുത് എന്നൊക്കെ പറഞ്ഞ് നീ മര്യാദയ്ക്ക് ജീവിക്കണമെന്നൊക്കെ ആറാട്ടണ്ണൻ അലൻ ജോസിനെ ഉപദേശിക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ആറാട്ടണ്ണനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ, ആര് അട്ടായൊക്കെ മറ്റേ അതുപോലെ ബാക്കി കിംബോയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു ചിരി, നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? നിങ്ങൾക്ക് ചിരി വരുമോ ഇല്ലയോ? അതേ അവസ്ഥയാണ് എനിക്കുണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത്. അതിന് ഇങ്ങനെയൊക്കെയാണോ പ്രതികരിക്കേണ്ടത്? എന്തായാലും നിങ്ങൾക്കിത് കാര്യം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.